വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, 6 CBSE പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ചാപ്റ്ററിൽ ലൈൻസ് ആൻഡ് ആംഗിൾസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് മക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളുണ്ട്. അത് അടിപൊളിയായിട്ട് ഒരു ചിത്രത്തിന്റെ ഹെൽപ്പോടെ മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതായത് ഒരൊറ്റ പിക്ചറിൽ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ആവശ്യമായ എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, ആ പിക്ചർ കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മളുടെ ചിത്രം. ഓക്കെ, ഇത് സാധാരണ നിങ്ങൾ വീട്ടിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന ആ ഒരു പിക്ചർ ഇല്ലേ, അത് നിങ്ങൾ മനസ്സിൽ അങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഡോട്ട് 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 ആയിട്ട്. ഇതാണ് മക്കളെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിന് ലെങ്ത്തും ഇല്ല, ബ്രെഡ്ത്തും ഇല്ല, ഒന്നുമില്ല. ഒരു സിംഗിൾ ഡോട്ട്, 0 ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാം. ഒരു ഡയമെൻഷനും ഇല്ല, ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഇല്ല, ഹൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു സിമ്പിൾ കുത്ത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് റിയൽ ലൈഫിൽ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിൽ അല്ലെങ്കിൽ ഓർഡർ ഒക്കെ ചെയ്യുമല്ലോ, നമ്മൾ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പം ഒരു ഡോട്ട് കാണിക്കില്ലേ, അതൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കുമ്പം ഇവിടെ നോക്കിയേ, നമ്മൾ ഒരു ഫോട്ടോ ഫ്രെയിം കാണുന്നില്ലേ. ഈ ഫോട്ടോ ഫ്രെയിമിന് ചുറ്റും ഒരു സ്പെസിഫിക് ലെങ്ത്തിൽ അല്ലേ, ഒരു കറക്റ്റ് നീളത്തിൽ നമുക്ക് ബോർഡർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ ഒരു കഷ്ണം ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. അതായത് ഒരു മുറിഞ്ഞു പോയൊരു കഷ്ണമാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നതല്ല. ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ലൈൻ. ഒരു സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും, ഒരു എൻഡിങ്ങും ഉണ്ടാവും. ഇതാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ലൈനിന്റെ ഒരു കഷ്ണം, ലൈൻ സെഗ്മെന്റ്. മാറിപ്പോകരുത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ അപ്പോൾ ലൈൻ എന്താണ്? ലൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ റോഡ് കാണുന്നില്ലേ, ഈ റോഡാണ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതെന്താ മിസ്സേ റോഡ് ലൈനാണ്, ആ ഫോട്ടോ ഫ്രെയിമിന്റെ ബോർഡർ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആവുന്നത്? ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും ഇല്ല, എൻഡിങ് പോയിന്റും ഇല്ല. അത് ഇങ്ങനെ 2 ഡയറക്ഷനിലും ഇങ്ങനെ നിർത്താതെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അതിൻ്റെ എൻഡും സ്റ്റാർട്ടിങ്ങും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലൈന് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് പറഞ്ഞു, പോയിന്റ് പറഞ്ഞു. അടുത്തത് ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് അല്ലേ, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ്. അപ്പോൾ ഈ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സണ്ണിൽ നിന്നാണ് വരുന്നത്, പക്ഷെ വന്നിട്ട് അത് എങ്ങോട്ട് പോയി അറിയില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷേ എൻഡ് ചെയ്യുന്നത് എവിടെയെന്ന് നമുക്കറിയില്ല. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേ. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, എൻഡിങ് പോയിന്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് എന്ന് പറയുന്നത്, ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ 6 CBSEയിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പോയിന്റ് എന്താണെന്ന് പറഞ്ഞു, ലൈൻ എന്താന്ന് പറഞ്ഞു, റേ എന്താണെന്ന് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടാത്ത, ഒരിക്കലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാത്ത ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസിനെ ഇന്റർസെക്ടിങ് ലൈൻസ് എന്നും, ഇന്റർസെക്ട് ചെയ്യുന്നത് കറക്റ്റ് ഇങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത് പറഞ്ഞു അല്ലേ. അപ്പോൾ 2 ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആളാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിള് നമുക്കറിയാം, 2 ലൈൻസ് മീറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, പല സൈസിൽ കിട്ടും അല്ലേ. ഇവിടെ നോക്കിയേ, ഇത് ഏറ്റവും ചെറിയ ആംഗിൾ, ഇതിങ്ങനെ ചെറുത്. ഇത് കറക്റ്റ് 90 ഡിഗ്രിയിൽ വരുന്ന ആംഗിൾ. പിന്നെ ഇതിങ്ങനെ പോവും, 180 ഡിഗ്രി ആവും. പിന്നെ ഇത് ഇങ്ങോട്ട് പോവും അല്ലേ, പിന്നെ ഇതിങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ, അതായത് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റിൻ്റെ ബേസിൽ ആംഗിൾസിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ആംഗിൾസ്, ഏറ്റവും കുഞ്ഞത് 90 ഡിഗ്രീനെയും കാട്ടും ചെറുത് അക്യൂട്ട് ആംഗിൾ. നമ്മുടെ വത്തക്കയില്ലേ, നമ്മൾ കഴിക്കുന്ന വത്തക്കയുടെ കഷ്ണം, അതേപോലെ സാൻഡ്വിച്ച്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഉള്ളത് റൈറ്റ് ആംഗിൾ, കറക്റ്റ് 90 ഡിഗ്രി. ക്ലോക്കിൽ 3 o'clock ഒക്കെ വരുമ്പോൾ 90 ഡിഗ്രി. നമ്മുടെ ടേബിളിൻ്റെ ഒക്കെ കോർണേഴ്സ് 90 ഡിഗ്രിയാണ്. പിന്നെ കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ഒബ്റ്റ്യൂസ് ആംഗിൾ, അതായത് 90 ഡിഗ്രീനേക്കാളും വലുതായിരിക്കും, 180നേക്കാട്ടും ചെറുതായിരിക്കും.
അതേപോലെ തന്നെയുള്ളതാണ് സ്ട്രെയിറ്റ് ആംഗിൾ ഈക്വൽ ടു 180, തിരിച്ചു വരുന്നത് റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. വൈകാതെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, സൂപ്പറായിട്ടിരിക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് താഴത്ത് കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഇന്ന ചാപ്റ്റർ വേണം, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് വേണം, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം. നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.